രണ്ട് കുടങ്ങളുടെ കഥ. പാവപ്പെട്ട ഒരു സ്ത്രീയുടെ വീട്ടിൽ തിളക്കമുള്ള ഒരു ചെമ്പുകുടവും ഒരു മൺകുടവും ഉണ്ടായിരുന്നു. മൺകുടമേ, നിനക്ക് ഒരു ഭംഗിയുമില്ല. എന്നെ നോക്കിയേ, എനിക്ക് എന്തുമാത്രം തിളക്കമുണ്ട്. എന്നെ ചുമക്കുന്നത് യജമാനത്തിക്ക് അഭിമാനമാ, അറിയാമോ? അങ്ങനെയിരിക്കെ അവിടെ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായി. പാവപ്പെട്ട സ്ത്രീയുടെ വീട്ടിലും വെള്ളം കയറി. ഈ രണ്ട് കുടങ്ങളും വെള്ളത്തിൽ ഒഴുകി നടന്നു. അവർ ഒരുമിച്ചാണ് ഒഴുകിയിരുന്നത്. ചങ്ങാതി, താൻ എന്താ അവിടെ ചെയ്യുന്നത്? എൻ്റെ അടുത്തേക്ക് വന്നോളൂ. തന്നെ മണ്ണുകൊണ്ടല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് താൻ വെള്ളത്തിൽ സുരക്ഷിതനല്ല. എൻ്റെ അടുത്തേക്ക് പോന്നോളൂ. നന്ദി സുഹൃത്തെ, പക്ഷേ ഞാൻ നിന്റെ അടുത്തേക്ക് വരില്ല. എന്നെ മണ്ണുകൊണ്ടുണ്ടാക്കിയതുകൊണ്ട് ഞാൻ വളരെ ദുർബലനാ. ഞാൻ നിന്റെ അടുത്ത് വരികയാണെങ്കിൽ വെള്ളത്തിന്റെ അലകളിൽപ്പെട്ട് നമ്മൾ തമ്മിൽ കൂട്ടിമുട്ടും. അതോടെ ഞാൻ ഉടഞ്ഞു പോവുകയും ചെയ്യും. ഞാൻ ഇവിടെ സുരക്ഷിതനാണ്. നിങ്ങളുടെ ബലം ഇപ്പോൾ എനിക്ക് ആപത്താണ്. എന്റെ കാര്യം ഞാൻ നോക്കിയല്ലേ പറ്റൂ. കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ, ഒരു ശക്തൻ അടുത്തുണ്ടായതുകൊണ്ട് മാത്രം നമ്മൾ സുരക്ഷിതരാവില്ല. ശക്തിയേക്കാൾ വലുതാണ് ബുദ്ധി. ഗ്രാമത്തിലെ വയലിൽ താമസിക്കുന്ന ഒരു എലിയും നഗരവാസിയായ ഒരു എലിയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഒരു ദിവസം നഗരവാസിയായ എലി ഗ്രാമവാസിയായ എലിയെ കാണാൻ വന്നു. ഗ്രാമവാസിയായ എലി റാഡിഷ്, പയർ, അത്തിപ്പഴം ഇവയെല്ലാം അത്താഴത്തിനൊരുക്കി. എത്ര സാധാരണമായ ഭക്ഷണമായത്! ഇതൊക്കെയാണോ നീ കഴിക്കുന്നത്? ഓ, എനിക്കിതിന്റെ ഒന്നും രുചി തീരെ പിടിക്കുന്നില്ല. നീ നഗരത്തിലേക്ക് എന്റെ കൂടെ വാ. ഹായ് ഹായ്, സ്വാദിഷ്ടമായ ഭക്ഷണം എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അങ്ങനെ അവർ നഗരത്തിലെത്തി. നഗരത്തിലുള്ള ഒരു വീടിന്റെ മൂലയിലുള്ള ഒരു മാളത്തിലാണ് അവൻ താമസിച്ചിരുന്നത്. അത്താഴത്തിന് ബ്രെഡ്, ജാം, പേട ഇതെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു. അതെ, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ അടുത്തൊരു പൂച്ച ഇങ്ങനെ ചുറ്റിത്തിരിയുന്നുണ്ട്. മഹാവിരുദ്ധനാ, തക്കം കിട്ടിയാൽ നമ്മളെ പിടിക്കും. അതുകൊണ്ട് ചുറ്റുപാട് ശ്രദ്ധിച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. അല്പസമയത്തിനുള്ളിൽ പൂച്ചകളുടെ ബഹളം കേട്ടു. എല്ലായ്പ്പോഴും പൂച്ചകളെ പേടിച്ചാണ് നഗരവാസിയായ എലി ജീവിക്കുന്നതെന്ന് ഗ്രാമവാസിയായ എലിക്ക് മനസ്സിലായി. ചങ്ങാതി, ഞാൻ എൻ്റെ ഗ്രാമത്തിലെ വയലിലെ മാളത്തിലേക്ക് തന്നെ പോവുകയാണ്. അവിടെ സാധാരണ ഭക്ഷണമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിലും ഒരു പേടിയും കൂടാതെ സമാധാനമായി ജീവിക്കാം. ശരിയാ, എപ്പോഴും ആരെങ്കിലും പേടിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ എങ്ങനെയാ ജീവിക്കുന്നേ? കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ, സുഖ സൗകര്യങ്ങളല്ല നമുക്ക് ശാന്തിയും സമാധാനവും തരുന്നത്.